കണ്ണൂരിലെ രക്ഷാപ്രവർത്തനത്തിന് പോയി ദാരുണമായി അന്തരിച്ച രാജേഷിൻ്റെ ഭൗതികദേഹം അദ്ദേഹത്തിൻ്റെ ജന്മനാടായ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്ന് സംസ്കരിച്ചിരുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അങ്ങേയറ്റം നമ്മെ ഞെട്ടിപ്പിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം ശരിക്കും എംബാം ചെയ്യാത്ത രീതിയിലാണ് അവിടെ നിന്ന് മതിയായ ഫ്രീസർ സംവിധാനം ഇല്ലാത്ത ആംബുലൻസിൽ പൊതിഞ്ഞെട്ടി അവിടെ നിന്ന് കൊണ്ടുവന്നു. പിന്നെ വരുന്ന വഴിയിൽ പിന്നെ അവിടെ ചാവക്കാടോ മറ്റോ വെച്ചാണ് പിന്നെ ഈ സംവിധാനമുള്ള സ്ഥലത്തേക്ക് മാറ്റിയെന്ന് വളരെ നമുക്കത് സത്യം പറഞ്ഞാൽ പറയാൻ പോലും നമുക്ക് വേദന ഉണ്ടാക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് അവിടെ ഇപ്പോൾ നടന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ നേരത്തെ ഒരു ചർച്ചയിൽ സൂചിപ്പിച്ചതാണ്. കാരണം ഈ സർക്കാരിൻ്റെ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ മുഴുവൻ അട്ടിമറിച്ചിരിക്കുന്നത് ഇവിടുത്തെ ഉദ്യോഗസ്ഥരാണ്. ഉറപ്പാണല്ലോ. CPM-ന്റെ കാലത്ത് അവരത് ചെയ്യത്തില്ല. കാരണം അവർക്ക് ഭയമായിരുന്നു. പിണറായി വിജയനെ പേടിയായിരുന്നു, അതുപോലെ സർവീസ് സംഘടനകളെ പേടിയായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. കാരണഭൂതനെ പരമാവധി മഹത്വവൽക്കരിക്കാൻ അതൊക്കെ ചെയ്യുമല്ലോ. അതെ, ഇവരിപ്പോൾ ഈ പരമാവധി ഇവരിപ്പോൾ അട്ടിമറിക്കാനാണ് ശ്രമിക്കുന്നത്. ശരിക്കും അതാണ് സംഭവിക്കുന്നത്, അട്ടിമറിക്കാനാണ് ശ്രമിക്കുന്നത്. ഈ എങ്ങനെ ഈ സർക്കാരിനെ പേരുദോഷം കേൾപ്പിക്കാം എന്നതിനെക്കുറിച്ച്. പക്ഷേ ഒരു കാര്യം ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ സർക്കാരൊക്കെ അധികാരത്തിൽ വന്നിട്ട് 2 മാസമേ കഴിഞ്ഞാൽ 3 മാസം ആവുന്നത്. ഇത്ര വലിയ ഒരു പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനത്തെ നേരിടാനുള്ള പാങ് ഈ സർക്കാരിന് നിലവിൽ ഇല്ല. കാരണം ഈ സർക്കാരിൻ്റെ വിവിധ മന്ത്രിമാർ തമ്മിൽ യോജിച്ചു വരുന്നതേ ഉള്ളൂ. അവർ വകുപ്പുകളെക്കുറിച്ച് മനസ്സിലാക്കി ഇല്ല, അവർക്കൊന്ന് ഇരിക്കാനുള്ള സമയം പോലും കിട്ടിയിട്ടില്ല. അപ്പോൾ പിന്നെ അവർ പ്രാഥമികമായിട്ട് ചെയ്യുന്നത് ഇവരെ അമിതമായി ആശ്രയിക്കും. ഈ MLA-മാരാണെങ്കിൽ പോലും എല്ലാം നവാഗതര. ഇപ്പം ഞാൻ പറഞ്ഞില്ല, പത്തനംതിട്ടയിൽ വലിയ വിഷയം ഉണ്ടായെന്ന് പറയും. ഈ ആറന്മുളയും പിന്നെ റാന്നിയും തിരുവല്ലയിലും അടൂരിലും 4 പേരും പുതുമുഖങ്ങളാണ്. ഇവർക്ക് ഇതിനകത്ത് എക്സ്പീരിയൻസ് ഇല്ല. അതേസമയം ജനീഷ് കുമാറിന് എക്സ്പീരിയൻസ് ഉണ്ട്. അങ്ങനെ 2 തവണ MLA ആയി കഴിഞ്ഞതാണ് നേരത്തെ. അപ്പോൾ അങ്ങനെ വരുന്ന ഈ പരിചയക്കുറവുള്ള ജനപ്രതിനിധികളുടെ ആ അജ്ഞത ഇവർ മുതലെടുക്കുക. ഇതാണ് സംഭവിച്ചത്. എന്താ സംഭവിച്ചത്? ഇന്നലെ ചങ്ങനാശ്ശേരിയിൽ വിഷയം ഉണ്ടായല്ലോ. ചങ്ങനാശ്ശേരി വിഷയം റിപ്പോർട്ട് ചാനൽ ഉണ്ടാക്കിയ വിഷയമാണ്. ചങ്ങനാശ്ശേരി MLA വിനു ജോബിൻ. അതെന്താണ്, ഒരു ക്യാമ്പിലാണ് കിച്ചൺ ഉണ്ടായിരുന്നത്. അവിടെയാണ് ഭക്ഷണം തയ്യാറാക്കി. ആ ഭക്ഷണം അവിടെ പോയി കഴിക്കാൻ ഇപ്പുറത്തുള്ള ക്യാമ്പുകാരോടൊന്ന് പറഞ്ഞു, അത്രയേ ഉള്ളൂ. അത് വലിയ വിഷയമായിട്ട് ഞങ്ങൾക്ക് ഭക്ഷണം തരാം. LDF ആയിരുന്നു ഞങ്ങളിപ്പോൾ അങ്ങ് ഭക്ഷണം കൊണ്ട് മൂടിയേനെ, ഞങ്ങൾ ചിക്കൻ ബിരിയാണി വാങ്ങി തന്നെ ആ രീതിയിലേക്ക് പോയി. ഇതെന്താണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. 2018 മഹാപ്രളയത്തിൻ്റെ അത്രയൊന്നും ഈ പ്രളയമൊന്നും വന്നിട്ടില്ല. 2018 മഹാപ്രളയത്തിനൊപ്പം നമ്മുടെ നാട് മുഴുവൻ ഒന്നിച്ച് യോജിച്ചിറങ്ങി, മൊത്തം ഇറങ്ങി. അവിടെ രാഷ്ട്രീയം നോക്കിയില്ല, അവിടെ വിമർശിക്കരുതെന്ന് ഇവർ തന്നെ പറഞ്ഞു. അതെ, അങ്ങനെ വിമർശിക്കരുത് എന്ന് ഇവർ തന്നെ പറഞ്ഞു. അതിൻ്റെ പേരിൽ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല അടക്കം മര്യാദരാമന്മാരായിട്ട് ഇവരുടെ കൂടെ നിന്ന് സഹകരിച്ചു. ഒരു ക്യാമ്പിലും പിണറായി വിജയനാണ് ഞങ്ങളെ രക്ഷിച്ച, അല്ലെ ഇവിടെ കുഴപ്പമാണ്, ഇവിടെ മൊത്തം കുഴപ്പമാണെന്ന് ഒരാൾ ഒരു സ്ഥാപനത്തിനും ബൈറ്റ് കൊടുത്തിട്ടില്ല. ഒരിടത്തും അങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല, അവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. എല്ലാവരും ഈ ഇല്ലായ്മകളിലും വല്ലായ്മകളിലും ഉൾക്കൊണ്ട് അവിടെ നിന്നു. പക്ഷെ ഇപ്പം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പം സംഭവിക്കുന്നത് നേരെ ഇത് ഈ സർക്കാരിനെ അങ്ങ് കുറ്റം പറയും. കുറെ പേര് ഇങ്ങോട്ട് വന്നു ഈ സർക്കാരിനെ, അമ്മയെ കൊണ്ടുവന്നിട്ട് ബിജിലി കൊണ്ടുവന്നു. അതുപോലെ ഈ കോതമംഗലത്ത് നമ്മുടെ പിന്നെ ഇങ്ങേരുടെ ഒരു ക്യാമ്പിനകത്ത് ഞങ്ങൾ കോതമംഗലത്തല്ല, മൂവാറ്റുപുഴയിൽ നമ്മുടെ മാത്യു കുഴൽ നടത്തിയ ഒരു ക്യാമ്പ് സ്ഥലത്ത് ഒരു ലേഡി വന്നിട്ട് പറയുകയാണെങ്കിൽ LDF ആയിരുന്നു ഇപ്പം ഞങ്ങൾക്ക് ഇത് കൊണ്ട് തന്നേനെ, ഇത് ഇവിടെമാരൊന്നും തരുന്നില്ല, ഇവന്മാരെ എന്തിനു കൊള്ളാം, എന്തോ ഇവന്മാർ ഭരിക്കുന്നത്, ഇയാൾ എന്തോ കാണിക്കുക എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഇപ്പം ഏതാണ്ട് അതേ തന്നെയാണ് ഇത് സംഭവിച്ചത്. ഇപ്പം നമുക്ക് ഈ രാജേഷിൻ്റെ മൃതദേഹം സത്യത്തിൽ അദ്ദേഹത്തെ കാണാതായി 3 ദിവസത്തിന് ശേഷമാണ് ഓടി കിട്ടിയത്. സ്വാഭാവികമായിട്ടും ജീർണിച്ചു തുടങ്ങിയ മൃതദേഹമാണ്. ആ മൃതദേഹം അവിടെ തന്നെ എംബാം ചെയ്ത് കൃത്യമായിട്ടുള്ള മുൻകരുതലുകൾ എടുത്ത് ആ രീതിയിൽ ഫ്രീസർ സംവിധാനമുള്ള ആംബുലൻസ് വേണമായിരുന്നു കൊണ്ടുവരാൻ. ഇനി അതിനൊരു ഹെലികോപ്റ്റർ ഉപയോഗിച്ചിരുന്നെങ്കിലും ആരും കുറ്റം പറയില്ലായിരുന്നു. ഇപ്പോൾ ഈ പറയുന്ന ദുരിതാശ്വാസ പ്രവർത്തനം ഉപയോഗിക്കുന്ന ഒരു ഹെലികോപ്റ്ററിലെങ്കിലും ആണെങ്കിലും അത് ആ മൃതദേഹം ഇവിടെ എത്തിക്കാമായിരുന്നു എത്രയും പെട്ടെന്ന്. 17 മണിക്കൂറെടുത്ത് കണ്ണൂരിൽ നിന്ന് ഈ മൃതദേഹം തിരുവനന്തപുരത്ത്. അതെ, ഇത് ഈ കണ്ണൂരിൽ നിന്ന് ഫ്രീസർ സൗകര്യം ഇല്ലാത്ത ഈ മൃതദേഹം വിട്ട് ആ ചാവക്കാട് കൊണ്ടുവന്നതിന് ശേഷമാണ് ഇത് ഫ്രീസർ സൗകര്യമുള്ള ആംബുലൻസിലേക്ക്. ഓൾറെഡി നമുക്കറിയാം, വെള്ളത്തിൽ കിടന്ന മൃതദേഹമാണ്. അതിൻ്റെ എന്താണ് സംഭവിക്കുക എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ മൃതദേഹം ഡീകമ്പോസ് ആയി കഴിഞ്ഞു. അപ്പോൾ ആ മൃതദേഹത്തിനകത്ത് നമുക്ക് പിന്നെ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് നമ്മൾ അത് വിവരിക്കേണ്ട കാര്യമില്ല, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്താണ് അത്രയും വലിയ വീഴ്ച, ഇത്രയും വലിയ മേൽനോട്ട വീഴ്ച ഉണ്ടായത് ആർക്കാണ്? അതാണ് ചിന്തിക്കേണ്ടത്. ഇവരെ സസ്പെൻഡ് ചെയ്താൽ പോലെ ഇവന്മാരെയൊക്കെ സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യണം.
അതാണ് ചെയ്യേണ്ടത്. അതാണ് ചെയ്യേണ്ടത്. അത് ഏത് തഹസീൽദാർക്കാണെങ്കിലും ഏത് വില്ലേജ് ഓഫീസർക്കാണെങ്കിലും അതാണ് ചെയ്യേണ്ടത്. ഇവരെ ഒരിക്കലും വെച്ച് ഉറപ്പിക്കാൻ പാടില്ല. കാരണം ആ കുടുംബത്തിൻ്റെ ദുഃഖം, ആ ഒരു വിഷമം ഒന്ന് ആലോചിച്ചോണം. തൻ്റെ കോട്ടൂരി ഒരു മനുഷ്യന് കൊടുത്ത ആ മനുഷ്യനെ രക്ഷപ്പെടുത്തിയ ആളാണ്, രക്ഷപ്പെടുത്തിയിട്ടാണ് പോകുന്നത്. ഇത് ഇത്രയും സമാനതകളില്ലാത്ത ഒരു രക്ഷാപ്രവർത്തനം നമ്മൾ എങ്ങും കണ്ടില്ല. രാജേഷിന്റെ മകന്റെ കരച്ചിലുണ്ട്, എന്റെ അച്ഛന്റെ മുഖം കാണണമെന്ന്. മുഖം കാണിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നില്ല. മുഖം കാണിക്കാൻ എങ്ങനെ കാണിക്കാൻ പറ്റും? അത് ആ കരച്ചിൽ കണ്ടുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി പോലും കരഞ്ഞു പോയി. എന്നിട്ട് ആ മനുഷ്യന് നേരെ ഇവിടുത്തെ ഈ തെമ്മാടിക്കൂട്ടം, അങ്ങനെ നമുക്ക് പറയാൻ പറ്റും, സൈബർ തെമ്മാടിക്കൂട്ടം അയാൾക്കെതിരെ പോസ്റ്റ് ഇടുക. ഇയാളുടെ അഭിനയമാണ്. അതായത് മനുഷ്യത്വമുള്ള ഒരു അതായത് ഹൃദയവും എന്താ പറയുന്നത്, മനസ്സും ഒക്കെയുള്ള മൃദുല വികാരങ്ങളുള്ള ഏത് മനുഷ്യനും കണ്ണ് നിറഞ്ഞു പോകുന്ന ഒരു അവസരം, ഒരു കണ്ടീഷനാണ് അവിടെ. ഈ മരിച്ചവനെ കുലംകുത്തിയെന്ന് മരിച്ചതിൻ്റെ മൂന്നിൻ്റെ ഒന്ന് വിളിക്കാനും, അല്ലെങ്കിൽ ഒരാളെ കൊല്ലം 58 വെട്ടോട്ടാനോ ഒരാളെ പറഞ്ഞ ഒരു കാര്യത്തിൽ ഒന്നും വരില്ല, ചിരിയും വരില്ല അവർക്ക്. നമുക്കൊരിക്കലും ഒരു മനുഷ്യൻ്റെ ഒരവസ്ഥ, ഒരു ദുരവസ്ഥ, ആ ദുരവസ്ഥയിൽ സന്തോഷിക്കാൻ എനിക്ക് തോന്നുന്നു ഈ അന്തം കമ്മികളെ കൊണ്ടേ മാത്രമേ കഴിയുള്ളൂ. ഈ രാജേഷ് എന്ന് പറയുന്ന വ്യക്തി, അയാൾ ഒരിക്കലും വെള്ളത്തിൽ വീണ് മരിക്കേണ്ട ഒരാളല്ല. കാരണം നമ്മൾ പലയിടത്തും ഇത് കേട്ടിട്ടുണ്ട്, ഇതുപോലെയുള്ള രക്ഷാപ്രവർത്തകരായിട്ടുള്ള ആൾക്കാർ ഇതുപോലെ ദുരന്തത്തിൽപ്പെട്ടു ഒരുപാട് സംഭവങ്ങൾ പലയിടത്തും കേട്ടിട്ടുണ്ട്. എന്തിനാ നമ്മളേറെ പറയുന്നു, മനോരമ വിക്ടർ ജോർജ് ഇതുപോലെ ഒരു ഉരുൾ പൊട്ടി വരുന്ന ഒരു പടം എടുക്കാൻ വേണ്ടി പോയി നിന്നാണ് അദ്ദേഹം. ആ മണ്ണിനടി സമാനമായൊരവസ്ഥ കഴിഞ്ഞ ദിവസം കൈരളി ടിവിയുടെ ക്യാമറമാൻ ഉണ്ടായിരുന്നു, സംഭവിച്ചു. എന്നിട്ട് അതിൽ ആരൊക്കെ കളിയാക്കുന്ന ഒരു വലിയ ബഹളമായിരുന്നു. അതെ, അതിനകത്ത് അപ്പോൾ ബ്ലോഗർ ഒരുത്തം വന്നിട്ട് ഇവനൊക്കെ ചത്തുപോകേണ്ടതാണെന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റ് ഇടുവോ ഏതാണ്ട് ചെയ്തു. അവസാനം അയാൾ മാപ്പ് പറഞ്ഞെന്ന് മാത്രമല്ല, അതാണ് നമ്മൾ ഈ പറയുന്നത്, അനവസരത്തിലുള്ള പ്രസ്താവനകളാണ്. എന്താണെങ്കിലും ഈ രാജേഷിൻ്റെ മൃതദേഹത്തിന് ഈ അനാദരം ഉണ്ടായത് തീർത്തും അപലപനീയമാണെന്ന് മാത്രമല്ല, ആ കുടുംബത്തിന് ഇത് താങ്ങാൻ സാധിക്കും. അതാണ് നമ്മളിവിടെ പറയേണ്ടത്. ഈ അവിടെ നിന്ന് ഞാൻ ചോദിച്ചോട്ട്, കണ്ണൂരിൽ നിന്ന് ഒരു ആംബുലൻസിൻ്റെ റോഡ് വഴി ഓടി തിരുവനന്തപുരത്ത് എത്ര മണിക്കൂർ എടുക്കുമെന്ന് ഊഹിക്കാന്നുള്ളതേ ഉള്ളൂ. കൂടാതെ ഒരു 3 ആംബുലൻസ് മാറി കയറാൻ ഇവിടെ കൊണ്ടുവന്നത്. ഒരു ആംബുലൻസ് വെള്ളപ്പൊക്കത്തിലും പെട്ടു, ചെങ്ങന്നൂർ മറ്റെവിടെ വെച്ച് വരുന്ന വഴി പെട്ടു. ഹെലികോപ്റ്റർ കൊണ്ടുവരായിരുന്നു, അത് മറ്റൊരു കാര്യം. ഇനി സർക്കാർ ചെയ്യേണ്ടത് അതിൻ്റെ കുടുംബത്തിനെ അടിയന്തരമായി സഹായിക്കുക എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കടം വീട്ടാനുള്ള എന്തെങ്കിലും ബാങ്ക് ലോണൊക്കെ ഉണ്ടെങ്കിൽ അടച്ച് സഹായിക്കുക, ഭാര്യയ്ക്ക് ജോലി കൊടുക്കുക. അല്ലാതെ പിന്നെ ഈ മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്ത ഒരാളാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ സുഹൃത്ത് പത്രപ്രവർത്തക യൂണിയൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിരുന്ന സി നാരായണൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ഒരു തെക്കൻ ജില്ലയിൽ നിന്ന് വന്ന് കണ്ണൂരിൽ നിന്ന് ഇങ്ങനെ ചെയ്ത, അപ്പോൾ ആ മുരുകൻ കാട്ടാക്കട ഒരു കവിത, അദ്ദേഹം രക്സാക്ഷിയെ കുറിച്ചുള്ള കവിതയുണ്ടല്ലോ, അത് കോട്ട് ചെയ്ത് അവനവന് വേണ്ടി അല്ലാതെ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ചുടുരക്തം അവരന് വേണ്ടി ഊറ്റി കൊടുത്തവൻ രക്തസാക്ഷി എന്നുള്ള. അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം വളരെ വിശദമായി ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പറയുന്നുണ്ട്. ശരിക്കും ഈ തെക്കേയറ്റത്തു നിന്ന് അവിടെ ചെന്ന് അവിടുത്തെ ഒരു മനുഷ്യൻ്റെ, താൻ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു മനുഷ്യൻ്റെ ജീവൻ രക്ഷിച്ചു എന്ന് പറയുന്നത് അതൊരു വലിയ സംഭവമാണ്. അതിൽ ഏറ്റവും വിഷമത്തിലിരിക്കുന്ന ബെന്നി എന്ന് പറയുന്ന മനുഷ്യനാണ്. അയാൾക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. കാരണം അയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. അയാളുടെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നു. പിന്നെ ഒഴുക്കിൽപ്പെട്ട് പോയി. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. പറഞ്ഞിട്ട് നമുക്ക് ഒരു കാര്യമില്ല. അയാളുടെ സമയം അടുത്തു എന്ന് സമാശ്വസിക്കുക എന്നുള്ളതല്ലാതെ മറ്റ് കുടുംബത്തിനെ നമ്മൾ സഹായിക്കുക, കുടുംബത്തെ സഹായിക്കുക, എത്രയും പേർ സർക്കാർ ജോലി കൊടുക്കുക. അത് നമ്മുടെ നാട്ടിലെ സന്നദ്ധ സംഘടനകളും അതൊരു വിദേശത്തൊക്കെയുള്ള ഒരുപാട് മലയാളികളെ വലിയ വ്യവസായികളുണ്ട്. അവർ കണ്ടറിഞ്ഞ് ഈ കുടുംബത്തിനെ സഹായിക്കും. നമ്മുടെ ലോറിയിൽ പോയ ഒരു അർജുൻ എന്ന് പറഞ്ഞ ഈ അർജുൻ്റെ കുടുംബത്തിന് വേണ്ടി വന്നതിൻ്റെ 10-1 പോലും ഇവിടുത്തെ മാധ്യമങ്ങൾ ഈ രാജേഷിന് വേണ്ടി ഒന്നും പറഞ്ഞിട്ടില്ല. ഇല്ലേ? അർജുൻ്റെ കുടുംബത്തിൽ അതും പ്രകൃതിക്ഷോഭത്തിൽ പോയതാണ്. അത് അതിനകത്ത് ഇവിടുത്തെ മാധ്യമങ്ങൾ തള്ളിമറിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എത്ര ദിവസമാണോ മണ്ണിനടിയിൽ കിടന്നത് അതിനകത്തെല്ലാം അയാൾ ജീവനോട് ഉണ്ടാവുമെന്ന് എന്നുള്ള ഒരു പ്രതീക്ഷയാണ് കൊടുത്ത് ഒരു രക്ഷകനെ കൊണ്ടുവന്നിട്ടുണ്ട്. തിരുവനന്തപുരത്ത് രക്ഷകനെ കൊണ്ടുവരുന്ന അവിടെ. അതെ, ഇസ്രായേലാ, രഞ്ജിത്ത് ഇസ്രായേൽ അങ്ങനെയായിട്ട് പറഞ്ഞിട്ട് ഒരാളെ റിപ്പോർട്ടർ TV ഈ ഇസ്രായേലും ഒക്കെ ആയിരുന്നു അന്ന് അവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത്. അതെ, എന്നിട്ട് അവിടുത്തെ ACP അയാളുമായിട്ട് കയറി ഉടക്കാൻ പോയി. അങ്ങനെ പലവിധ വിഷയങ്ങളുണ്ടാക്കി. പക്ഷേ ഇന്നത്തെ ഈ മാധ്യമങ്ങളൊന്നും ഈ കുടുംബത്തിൻ്റെ ദുരിതം കാണാനോ അവർക്ക് വേണ്ടി കൊടുക്കാനോ അത്രയും സമയമൊന്നും ആരും നീക്കി വെച്ചില്ല. അതിൻ്റെ ആവശ്യമില്ല. കാരണം മൃതദേഹം കിട്ടി. പക്ഷേ അതൊരു വല്ലാത്ത ദുരന്ത കാഴ്ച തന്നെയാണ്. ഇതിനിടയ്ക്ക് ഇത്രയും വലിയൊരു അപമാനം ആ മൃതദേഹത്തോട് തന്നെയാണ്. അത് ഈ ഉദ്യോഗസ്ഥ തന്നെയാണ് അതിനുള്ള നീക്കം ഉണ്ടായിട്ടുള്ളത്. ഇത് തീർച്ചയായും ഇതിന്റെ പിന്നെ രാഷ്ട്രീയം ഉണ്ടെന്നുള്ളത് ഇത്തരം ഉദ്യോഗസ്ഥന്മാരെ വെച്ചു ഉറപ്പിക്കാൻ പാടില്ല. ഇവരെ എല്ലാം കണ്ടെത്തേണ്ടിയിരിക്കുന്നത് ഈ പ്രളയ ക്യാമ്പുകളിൽ കുഴപ്പമുണ്ടാക്കി മുഴുവൻ ഉദ്യോഗസ്ഥരാണ്, യാതൊരു സംശയമില്ല. പിന്നെ കുറേ അന്തം കമ്മികളും. ഇവരെയൊക്കെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്.